ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ ബാബയുടെ സമീപം എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ബാബ എവിടെ നിന്നോ ചുറ്റി സഞ്ചരിച്ച ശേഷം വതനത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ, ഇന്ന് അങ്ങ് എവിടെ നിന്നുമാണ് ചുറ്റി സഞ്ചരിച്ച ശേഷം വരുന്നത്? ബാബ ഒരു നിമിഷം എൻ്റെ നേർക്ക് നോക്കിയ ശേഷം പറഞ്ഞു, കുട്ടി, ബാബയ്ക്ക് വിശ്വത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നതിന് വേണ്ടി സമയം എടുക്കുന്നില്ല. ബാബ സെക്കൻഡിൽ എവിടെ നിന്നും എവിടേക്കും എത്തിച്ചേരുന്നു. തൻ്റെ കുട്ടികളുടെ അടുത്തേക്കും ഭക്തരുടെ അടുത്തേക്കും. ചിലർ ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കളാണ്. അവരുടെ അടുത്തും എത്തിച്ചേരുന്നു. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ നിന്നുള്ള വിളി എന്താണോ ഹൃദയത്തിലുള്ള പല കാര്യങ്ങളുടെയും സമസ്യകൾ, ആ കാര്യങ്ങളുമായി ലോകത്തുള്ളവർ ഇരിക്കുകയാണ്. ബാബയുടെ കുട്ടികളും തൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയെ ശരിയാക്കി വയ്ക്കുന്നതിനു വേണ്ടി ബാബയോട് ചില കാര്യങ്ങൾ പറയുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ബാബ എല്ലാ സ്ഥാനത്തും സെൻറ്റേഴ്സിലും പല സ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ബാബയുടെ കയ്യിൽ ഒരു കെട്ടും ഉണ്ടായിരുന്നു. ആ കെട്ടിനുള്ളിൽ ധാരാളം വസ്തുക്കളുണ്ട്. ചിലത് എഴുത്തിൻ്റെ രൂപത്തിലായിരുന്നു. ചില വസ്തുക്കളും കാണപ്പെട്ടു. പക്ഷേ എന്ത് വസ്തുവാണ് എന്നത് പൂർണ്ണമായും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ബാബ പറഞ്ഞു, ബാബയുടെ അടുത്ത് ഏതൊരു കെട്ടാണോ ഉള്ളത്, അത് പല കാര്യങ്ങളുടെയും പല സമസ്യകളുടെയുമാണ്. മറുഭാഗത്ത് ഒരു കെട്ട് ബാബയുടെ സമീപം വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം സുന്ദരമായി അലങ്കരിക്കപ്പെട്ട രൂപത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, 2 കെട്ടുകളും ബാബയുടെ മുന്നിലുണ്ട്, സമസ്യകളുടെയും നന്മകളുടെയും. എന്നാൽ പല കുട്ടികളും അത് ബാബയുടേതായാലും ലോകത്തിലുള്ള അന്യ ആത്മാക്കളായാലും ഏതെങ്കിലും കാരണത്താൽ ചിലപ്പോൾ ഈ കെട്ടിൽ നിന്നും ഏതെങ്കിലും നല്ല കാര്യവും എടുക്കുന്നു, മറ്റേ കെട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറവും ദൗർബല്യവും എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, പറയൂ, ഏതൊരു കെട്ടാണ് നല്ലത്? ഏതൊന്നായിരിക്കും ഭാരിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതൊന്നാണോ അങ്ങയുടെ സമീപത്ത് നല്ലതായി കാണപ്പെടുന്ന കെട്ട്, ബാബ, അത് കാഴ്ചയിലും നല്ലതാണ്, അത് ഭാരിച്ചതാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ഏതുപോലെ ആരെങ്കിലും പഴയ വസ്തുക്കളുടെ കെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇത്രയും തൂക്കം ഉണ്ടായിരിക്കുകയില്ല. അത് കാഴ്ചയിൽ ഭാരിച്ചതായിരിക്കും, വലുതായിരിക്കും. എന്നാൽ ഏതൊന്നാണോ നല്ല കെട്ട്, അതിൽ ചില ശക്തിയുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കും, സമ്പന്നതയുള്ള വസ്തു ഉണ്ടായിരിക്കും. അപ്പോൾ ബാബ തൻ്റെ കുട്ടികൾക്ക് വിശേഷിച്ച് സമയമനുസരിച്ച് നല്ല കാര്യങ്ങളും നല്ല ശിക്ഷണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്, കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഈ കെട്ടിൻ്റെയും രഹസ്യം താങ്കൾ എന്തുകൊണ്ട് തുറക്കുന്നില്ല? നന്മയുടെ കെട്ടിൻ്റേത്. അതനുസരിച്ച് എല്ലാ കുട്ടികൾക്കും ആ വസ്തുക്കൾ ശേഖരിക്കാം, എടുക്കാം. ബാബ പറഞ്ഞു, എപ്രകാരമാണോ ഡ്രാമയുടെ കളിയെക്കുറിച്ച്, ഡ്രാമയുടെ കാര്യങ്ങളെക്കുറിച്ച് ബാബ എല്ലായ്പ്പോഴും കേൾപ്പിക്കാറുണ്ട്, എന്നാൽ ഡ്രാമയുടെ രഹസ്യത്തെ ബാബ മുൻകൂട്ടി ഒരിക്കലും പറഞ്ഞു തരുന്നില്ല.
ബാബയ്ക്കറിയാം ഡ്രാമയുടെ കളി എപ്രകാരമാണ് നടക്കേണ്ടത്. എന്നാൽ ആ രഹസ്യം ബാബ തുറക്കുന്നില്ല. എന്നാൽ ബാബ പറഞ്ഞു, സമയമനുസരിച്ച് ബാബയുടെ പല കുട്ടികളും ബാബയുടെ സൂചനയെ, അതായത് എപ്രകാരമാണോ ഈ കെട്ട് ഭാരിച്ചതായിരിക്കുന്നത്, നല്ലതായിരിക്കുന്നത്, പല കുട്ടികളും ബാബയുടെ ഗുപ്ത സൂചന മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലരാണെങ്കിൽ സംസ്കാരം കാരണം, ഏതെങ്കിലും കാരണത്താൽ, ദൗർബല്യമോ കുറവോ കാരണം ആ കെട്ടിനെ തുറക്കുവാൻ സാധിക്കുന്നില്ല, കാണുവാനും സാധിക്കുന്നില്ല. കാര്യത്തെ ഒതുക്കി വച്ചിരിക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ സമയമനുസരിച്ച് ബാബയുടെ കുട്ടികൾ ഓരോ ജ്ഞാനത്തിൻ്റെ രഹസ്യത്തെയും മനസ്സിലാക്കണം. ബാബ പറഞ്ഞു, ബാബയുടെ കുട്ടികൾ സംഗമയുഗത്തിൽ വളരെയധികം ബുദ്ധിശാലികളാണ്. കാരണം ഡ്രാമയുടെ കളി നടക്കുക തന്നെ വേണം. ഡ്രാമയുടെ രഹസ്യത്തെയും ബാബ അവസാനം വരെയും പൂർണ്ണമായും തുറക്കുകയില്ല. സമയമനുസരിച്ച് ഡ്രാമയുടെ രഹസ്യം തുറന്നു വരും. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം പിന്നെ ബാബയുടെ മുന്നിൽ പോകുവച്ചിട്ടുണ്ടായിരുന്നു. ബാബയ്ക്കും വന്നു ചേർന്ന പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, സമയമനുസരിച്ച് ബാബയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടികൾ പലരും വതനവാസി ആയിക്കൊണ്ടിരിക്കുകയാണ്, അഡ്വാൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ അറിയുന്നുണ്ട്, ഭാവിയിലെ സത്യുഗി രാജ്യത്തിൻ്റെ സീൻ എന്താണോ അത് ഏത് കുട്ടികളാണ് കാണേണ്ടത്, ഏത് കുട്ടികൾക്കാണ് മുൻകൂട്ടി തയ്യാറാകേണ്ടത്. അതനുസരിച്ച് ബാബ ആ കുട്ടികളെ മറ്റ് സേവനത്തിന് നിമിത്തമായി അയച്ചുകൊണ്ടിരിക്കുകയാണ്, വതനത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ ഇത്രയും പറഞ്ഞ ശേഷം ഏതെല്ലാം സഹോദരീ സഹോദരന്മാരുടെ ഓർമ്മകളാണോ ഉണ്ടായിരുന്നത്, ബാബ അവരെ എമർജ് ചെയ്ത് വളരെ സ്നേഹത്തോടെ അവരെ ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.